ഹലോ സ്റ്റുഡൻസ്, ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ പവർ സോഴ്സും ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൻ്റെ ഇക്വിപ്മെൻറ്റ്സ്, ആക്സസറീസ് എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനായി ആദ്യം നമുക്ക് CO2 വെൽഡിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. GMAWൻ്റെ ഊർജ്ജ സ്രോതസ്സുകൾ പ്രസ്താവിക്കാൻ GMAW വെൽഡിംഗ് മെഷീൻ, ആക്സസറികൾ എന്നിവ തിരിച്ചറിയാൻ. CO2 വെൽഡിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഫ്യൂഷൻ വെൽഡിംഗ് ആണ് മെറ്റലുകൾ ജോയിന്റ് ചെയ്യുന്നതിന് ഏറ്റവും നല്ല മെത്തേഡ്. കാരണം ഈ പ്രോസസ്സിൽ ചെയ്യുന്ന വെൽഡിംഗ് ഭാഗത്തിന് ബേസ് മെറ്റലിൻ്റെ അതേ ഗുണവിശേഷങ്ങളും സവിശേഷതകളും സ്ട്രെങ്ത്തും ലഭ്യമാകുന്നു. സമഗ്രമായ ആർക്ക് ഷീൽഡ് ഇല്ലാതെ, മോൾട്ടൺ പടിലില്ലാതെ ലഭ്യമാകുന്നു. വെൽഡിംഗ് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനും നൈട്രജനും മോൾട്ടൺ മെറ്റലിനോട് ചേരുവാൻ സാധ്യതയുണ്ട്. പൊട്ടലുകളോട് കൂടിയ ദുർബലമായ വെൽഡിങ്ങിന് കാരണമാകുന്നു. ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ ആർക്ക്, മോൾട്ടൺ മെറ്റൽ എന്നിവ സംരക്ഷിക്കപ്പെടുന്നു. ഇലക്ട്രോഡിൽ കോട്ട് ചെയ്ത വസ്തുവിൽ നിന്നും പുറപ്പെടുന്ന ഗ്യാസ് കൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. വെൽഡിംഗ് ടോർച്ചിലൂടെ അല്ലെങ്കിൽ ഗണ്ണിലൂടെ ഇനേർട്ട് ഗ്യാസുകളായ കാർബൺ ഡയോക്സൈഡ്, ആർഗൺ, ഹീലിയം തുടങ്ങിയവയെ കടത്തിവിട്ടാണ് ഇത്തരത്തിലുള്ള സേഫ്റ്റി ഷീൽഡുകൾ തീർക്കുന്നത്. ടോർച്ചിൽ നിന്നും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന കൺസ്യൂമബിൾ ബെയർ വയർ ഇലക്ട്രോഡിനും ബേസ് മെറ്റലിനും ഇടയ്ക്കാണ് ആർക്ക് ഉണ്ടാകുന്നത്. ഇനി നമുക്ക് GMAW മെഷീനെ കുറിച്ചും അതിന്റെ ആക്സസറികളെ കുറിച്ചും പഠിക്കാം. 1. കോൺസ്റ്റന്റ് വോൾട്ടേജ് പവർ സോഴ്സ്. 2. പവർ കോഡ്. 3. കേബിൾ ടു ഫീഡർ. 4. ഗ്രൗണ്ട് കേബിൾ ടു വർക്ക് പീസ്. 5. വർക്ക് പീസ്. 6. വെൽഡിംഗ് ടോർച്ച്. 7. കോൺസ്റ്റന്റ് സ്പീഡ് വയർ ഫീഡർ. 8. ഇലക്ട്രോഡ് വയർ. 9. ഗ്യാസ് ഹോസ്. 10. ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ. 11. ഗ്യാസ് റെഗുലേറ്റർ വിത്ത് ഫ്ലോ മീറ്റർ. GMA വെൽഡിങ്ങിന്റെ തത്വം. ആർക്ക് ഉണ്ടാകുന്നത് തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുന്ന കൺസ്യൂമബിൾ ബെയർ വയർ ഇലക്ട്രോഡിനും ബേസ് മെറ്റലിനും ഇടയ്ക്കാണ്. ഇത്തരം വെൽഡിങ്ങിൽ ആർക്കിനെയും ഹീറ്റ് ചെയ്ത ബേസ് മെറ്റലിനെയും ഉരുകുന്ന ഫില്ലർ ലോഹത്തെയും ടോർച്ചിൽ നിന്നും തുടർച്ചയായി പുറത്തേക്ക് വരുന്ന ഇനേർട്ട് ആൻഡ് നോൺ ഇനേർട്ട് ഗ്യാസുകളാണ് സുരക്ഷാ കവചങ്ങളായി സംരക്ഷിക്കുന്നത്. GMAWന്റെ ആക്സസറീസ്. ഈ MIG പവർ സോഴ്സ് മെയിൻ പവർ സോഴ്സിൽ നിന്നും വൈദ്യുതിയെ കോൺസ്റ്റന്റ് വോൾട്ടേജ് പവർ സോഴ്സായി മാറ്റുന്നു. MIG വെൽഡിംഗ് പ്രോസസ്സിന് DC തന്നെയാണ് അനുയോജ്യമായ പവർ സോഴ്സ്. MIG വെൽഡിംഗ് പവർ സോഴ്സ് ആണ് വോൾട്ടേജിനെ നിയന്ത്രിക്കുന്നത്. വോൾട്ടേജ് സ്റ്റെപ്പ് സ്വിച്ചസ്, വിൻ ഹാൻഡ്ലർ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കലി ആണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. വയർ ഇലക്ട്രോഡിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയയും വയർ സ്പീഡുമാണ് പവർ സോഴ്സ് പുറപ്പെടുവിക്കുന്ന വൈദ്യുതിയെ അല്ലെങ്കിൽ ആംപറേജിനെ നിയന്ത്രിക്കുന്നത്. വയർ സ്പീഡ് വർദ്ധിക്കുകയാണെങ്കിൽ പവർ സോഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ അളവും വർദ്ധിക്കും. MIG പവർ സോഴ്സ് പുറത്തേക്ക് വിടുന്ന വൈദ്യുതി DC വോൾട്ടേജ് വൈദ്യുതി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറത്തുള്ള ടെർമിനസിൽ പ്ലസ് എന്നും മൈനസ് എന്നും അടയാളപ്പെടുത്തിയിട്ടുണ്ടാകും. വൈദ്യുതി സർക്യൂട്ടിന്റെ തത്വം എങ്ങനെ? വൈദ്യുത താപത്തിന്റെ 70% പ്ലസ് ഭാഗത്തായിരിക്കും. പോസിറ്റീവ് സൈഡിലാണ് വെൽഡർ കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ 70% വൈദ്യുതോർജ്ജവും ഹീറ്റും വെൽഡിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഇത്തരം പവർ സോഴ്സുകളാണ് SMAW, GTAW എന്നീ മെത്തേഡുകളിൽ ഉപയോഗിക്കുന്നത്. GMAWന്റെ സവിശേഷ കർവ്. ചിത്രത്തിലെ കർവ് B പ്രതിനിധീകരിക്കുന്നത് മെഷീനിൽ 50 വോൾട്ട് ക്രമീകരിക്കുമ്പോൾ കിട്ടുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്
കർവിനെയാണ്. 25% വെൽഡിംഗ് വോൾട്ടേജിൽ വ്യതിയാനം വരുന്നുണ്ടെങ്കിൽ, അതായത് 20 മുതൽ 25 വോൾട്ട് വരയ്ക്കും, 13.3% വൈദ്യുതിയുടെ അളവ് കുറയുന്നതായിരിക്കും. അതായത് 142 ആംസിൽ നിന്നും 124 ആംസിലേക്ക് കുറയും. ഈ മന്ദഗതിയിലുള്ള ചരിവുള്ള വോൾട്ട് ആംപിയർ കർവ് ഔട്ട്പുട്ട് വോൾട്ടേജിലെ അതേ ചെറിയ മാറ്റത്തോടെ ആംപറേജിൽ വലിയ മാറ്റത്തിന് കാരണമാകുന്നു. ഇതിനെ പരന്ന സ്വഭാവമുള്ള ഊർജ്ജ സ്രോതസ്സെന്നോ സുസ്ഥിരമായ വോൾട്ടേജ് ഊർജ്ജ സ്രോതസ്സെന്നോ വിളിക്കുന്നു. ഇത്തരം ഊർജ്ജ സ്രോതസ്സുകളാണ് GMAW മറ്റും SAW പ്രോസസ്സുകളിൽ ഉപയോഗിക്കുന്നത്. MIG അല്ലെങ്കിൽ MAG ടോർച്ചുകൾ. MIG ടോർച്ച് വയർ ഫീഡറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനം വയർ ഇലക്ട്രോൺ, ഷീൽഡിംഗ് ഗ്യാസ്, ഇലക്ട്രിക്കൽ വെൽഡിംഗ് കറൻറ്റും വെൽഡിംഗ് ഏരിയയിലേക്ക് എത്തിക്കുക എന്നതാണ്. വിവിധ MIG ടോർച്ചുകൾക്കിടയിൽ ഉള്ള പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ലൈനർ. ഒരു ടോർച്ച് ലൈനറിൻ്റെ ലൈനർ ഭാഗത്തിൻ്റെ ആയുസ് ഏകദേശം 1 മുതൽ 4 MIG വയർ റോൾസ് വരയ്ക്കുമാണ്. അത് വയറിൻ്റെയും ലൈനറിൻ്റെയും ഗുണനിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യത്യസ്ത തരം വയർ ഇലക്ട്രോഡുകൾ വ്യത്യസ്ത വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഉദാഹരണത്തിന് സ്റ്റീൽ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ലൈനറുകളാണ് സോളിഡ് വയറുകളിൽ ഉപയോഗിക്കുന്നത്. ടെഫ്ലോൺ ലൈനറുകൾ അലൂമിനിയത്തിൽ ഉപയോഗിക്കുന്നു. ഗ്യാസ് ഡിഫ്യൂസർ. ഷീൽഡിംഗ് ഗ്യാസ് ഷീൽഡിംഗ് നോസിലിലേക്ക് വിതരണം ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക മാത്രമാണ് ഇതിൻ്റെ പ്രവർത്തനം. വാതകം കഴിയുന്നത്ര നേരെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഗ്യാസ് ഷീൽഡ് നോസിലിനുള്ളിൽ തുല്യമായി ഗ്യാസ് വിതരണം ചെയ്യുന്നു. ഡിഫ്യൂസറുകളെ കോപ്പർ, ബ്രാസ്, ഫൈബർ പോലെയുള്ള വ്യത്യസ്ത വസ്തുക്കളാൽ നിർമ്മിക്കാം. ചില ഡിഫ്യൂസറുകൾ ടിപ്പ് ഹോൾഡറുകളായും പ്രവർത്തിക്കാറുണ്ട്. കോൺടാക്ട് ടിപ്പ് ഹോൾഡേഴ്സ്. അത് വെൽഡിംഗ് ടിപ്പിനെ അതിൻ്റെ സ്ഥാനത്ത് പിടിപ്പിക്കുന്നു. കോൺടാക്ട് ടിപ്സ്. നല്ല വെൽഡിങ്ങിന് നല്ല കോൺടാക്ട് ടിപ്പുകൾ അല്ലെങ്കിൽ ട്യൂബുകൾ അത്യാവശ്യമാണ്. മിക്ക കോൺടാക്ട് ടിപ്പുകളും കോപ്പർ അലോയ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മികച്ച അലോയ് കൊണ്ടുള്ള കോൺടാക്ട് ടിപ്പുകൾ മികച്ച രീതിയിൽ ഇലക്ട്രോഡുകളിലേക്ക് കറണ്ട് കടത്തിവിടും. കൂടാതെ MIG ടിപ്പിന് തേയ്മാനവും കുറയും. സിനർജിക് കൺട്രോൾ. പരമ്പരാഗത DCയിലും പൾസ് GMAWയിലും വെൽഡിംഗ് പാരാമീറ്ററുകൾ സജ്ജീകരിക്കുന്നതിൻ്റെ സങ്കീർണത സിനർജിക് കൺട്രോളുകൾ എന്നറിയപ്പെടുന്ന സിംഗിൾ നോബ് കൺട്രോളുകളുള്ള ഉപകരണങ്ങളുടെ വികസനത്തെ പ്രോത്സാഹിപ്പിച്ചു. ഈ സംവിധാനങ്ങൾ നിലവിലുള്ള വെൽഡിങ്ങിൻ്റെ സംയോജനത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. ഉദാഹരണത്തിന് വയർ ഫീഡ് സ്പീഡ്, മറ്റും ശരാശരി കറണ്ടും വോൾട്ടേജും. ഇവയൊക്കെ ഒറ്റ നിയന്ത്രണത്തിലൂടെ ചെയ്യാൻ പറ്റും. ഇവിടെ മുൻകൂട്ടി നിശ്ചയിച്ച പാരാമീറ്ററുകളും കൺട്രോൾ ഇക്വേഷനുകളും ഉപകരണങ്ങളിൽ സംഭരിക്കാൻ സാധിക്കുന്നു. ഒരൊറ്റ ഇൻപുട്ട് സിഗ്നലിനോട് മാത്രം പ്രതികരണമായി ഔട്ട്പുട്ട് സ്വയമേവ ക്രമീകരിക്കാനും ഇവിടെ സാധിക്കുന്നു. ഈ സംവിധാനം സിനർജിക് കൺട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് പോലെ വയർ ഫീഡർ വയർ ഇലക്ട്രോഡിന്റെ വേഗതയെ നിയന്ത്രിക്കുകയും വയർ ഫീഡറിൽ നിന്ന് വെൽഡിംഗ് ടോർച്ചിലൂടെ വർക്ക് പീസിലേക്ക് തള്ളുകയും ചെയ്യുന്ന MIG അല്ലെങ്കിൽ MAG വെൽഡിങ്ങിന്റെ ഭാഗമാണ് വയർ ഫീഡർ. 2. വെൽഡിംഗ് കറണ്ട് വെൽഡിംഗ് പവർ സോഴ്സിൽ നിന്നും ഇന്റർ കണക്റ്റിംഗ് ലീഡിലൂടെ ഫീഡറിലേക്കും തുടർന്ന് വെൽഡിംഗ് ടോർച്ചിലേക്കും കടന്നു പോകുന്നതിനുള്ള പാത നൽകുന്നു. 3. സോളിനോയിഡ് വാൽവിലൂടെ ഗ്യാസ് ഫ്ലോ നിയന്ത്രണം നൽകുന്നു. ഗ്യാസ് റെഗുലേറ്ററിൽ നിന്ന് ഫീഡറും തുടർന്ന് MIG വെൽഡിംഗ് ടോർച്ചും വഴി വെൽഡ് ഏരിയയിലേക്ക് ഗ്യാസിനെ എത്തിക്കുന്നു. CO2 ഗ്യാസ് സിലിണ്ടറും റെഗുലേറ്ററും. GMAW
അല്ലെങ്കിൽ CO2 വെൽഡിങ്ങിന് ആവശ്യമായ ഷീൽഡിംഗ് ഗ്യാസ് ഒരു ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഔട്ട്ലെറ്റ് വാൾവ്, റെഗുലേറ്റർ എന്നിവയിലൂടെ വിതരണം ചെയ്യുന്നു. ഗ്യാസ് ഫ്ലോ മീറ്റർ. ഗ്ലാസ് ട്യൂബിൽ ഗ്രാജുവേഷൻസ് അടയാളപ്പെടുത്തിയ ഒരു യൂണിറ്റാണിത്. ഫ്ലോ മീറ്ററിൽ ഒരു ഫ്ലോ റേറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വാൾവ് ഉറപ്പിച്ചിരിക്കുന്നു. ഇത് ഇനർട്ട് ഗ്യാസിൻ്റെയോ കാർബൺ ഡയോക്സൈഡ് വാതകത്തിൻ്റെയോ വെൽഡിംഗ് ഗണ്ണിലേക്കുള്ള ഒഴുക്കിൻ്റെ നിരക്ക് മിനിറ്റിൽ ഇത്ര ലിറ്റർ എന്ന് നിയന്ത്രിക്കുന്നു. CO2 വെൽഡിങ്ങിന് വേണ്ടിയുള്ള ഗ്യാസ് പ്രീഹീറ്റർ. CO2 ദ്രാവക രൂപത്തിലാണ് സിലിണ്ടറുകളിൽ നിറച്ചിരിക്കുന്നത്. സാധാരണ ഊഷ്മാവിൽ CO2 വാതകമാണ്. ഉയർന്ന മർദ്ദം അതിനെ ദ്രാവക രൂപത്തിലേക്ക് ഘനീഭവിപ്പിക്കുന്നു. വെൽഡിംഗ് ചെയ്യുമ്പോൾ ദ്രാവക രൂപത്തിലുള്ള CO2 വെൽഡിംഗ് ടോർച്ചിലേക്ക് പ്രവേശിക്കുന്നത് വാതക രൂപത്തിലായിരിക്കണം. CO2 ദ്രാവകം തിളയ്ക്കുമ്പോൾ വാതകമായി വികസിക്കുന്നു. അത് റെഗുലേറ്ററിലേക്ക് കടന്നുപോകുന്നു. ഇത് വാതകം തണുക്കാൻ കാരണമാകുന്നു. റെഗുലേറ്റർ ഇൻലെറ്റിൽ ഈർപ്പമുണ്ടെങ്കിൽ അത് ഘനീഭവിക്കുകയും റെഗുലേറ്ററിനെ മരവിപ്പിക്കുകയും ഗ്യാസ് പാസേജ് തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തണുപ്പിക്കൽ ഒഴിവാക്കാൻ സിലിണ്ടറുകളിൽ നിന്ന് പുറത്തു പോകുന്ന വാതകത്തിൻ്റെ താപനില വർദ്ധിപ്പിക്കുന്നതിന് ഒരു ഗ്യാസ് ഹീറ്റർ സിലിണ്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് വെൽഡിംഗ് സമയത്ത് ഒരു യൂണിഫോം ഗ്യാസ് ഫ്ലോയിനെ നിലനിർത്താൻ സഹായിക്കുന്നു. പെട്ടെന്നൊരു റീക്യാപ്പ് ചെയ്യാം. GMAWയുടെ വിവിധ ഭാഗങ്ങൾ. 1. കോൺസ്റ്റന്റ് വോൾട്ടേജ് ബ്രാക്കറ്റിൽ CV, പവർ സോഴ്സ്. 2. പവർ കോർഡ്. 3. കേബിൾ ടു ഫീഡർ. 4. വർക്ക് പീസിലേക്കുള്ള ഗ്രൗണ്ട് കേബിൾ. 5. വർക്ക് പീസ്. 6. വെൽഡിംഗ് ടോർച്ച്. 7. സ്ഥിരമായ സ്പീഡ് വയർ ഫീഡർ. 8. ഇലക്ട്രോഡ് വയർ. 9. ഗ്യാസ് ഹോസ്. 10. ഷീൽഡിംഗ് ഗ്യാസ് സിലിണ്ടർ. 11. ഫ്ലോ മീറ്ററുള്ള ഗ്യാസ് റെഗുലേറ്റർ. രസകരമായ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം.